ഹായ്, ഇനി നമുക്കൊരു പുതിയൊരു ടോപ്പിക്കിനെ കുറിച്ച് ചർച്ച ചെയ്യാം. ബ്ലഡ് ഷുഗർ. ബ്ലഡ് ഷുഗർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു നല്ല രീതിയിൽ എല്ലാവർക്കും തന്നെ ബ്ലഡ് ഷുഗർ അതായത് കൂടി വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതുപോലെ തന്നെ പ്രഷറും അതിൻ്റെ ഒപ്പം തന്നെ കൂടുതൽ കാണിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഇനി നമുക്ക് ബ്ലഡ് ഷുഗറിൻ്റെ കാര്യം പറയാം. ബ്ലഡ് ഷുഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളുടെ തന്നെ ഒരു ഭാഗമാണ് ബ്ലഡ് ഷുഗർ, അതായത് ഡയബറ്റിക് മെലിറ്റസ്. നമ്മുടെ ശരീരത്തിൽ ഷുഗറിൻ്റെ അളവ് കൂടുന്നത്, അതായത് ഇൻസുലിൻ്റെ അളവ് കുറഞ്ഞു പോയി, അതായത് നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അത് ഗ്ലൈക്കോസ് ആയി നമ്മൾ ഡിവൈഡ് ചെയ്ത് ഇൻസുലിൻ്റെ ശരിയായ പ്രവർത്തനം ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. ഇൻസുലിൻ്റെ അഭാവം ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരം ഈ വിഘടനം നടക്കാതെ വരികയും ശരീരത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുകയും ചെയ്തിട്ടാണ് ഷുഗർ എന്ന അവസ്ഥയിലേക്ക് മാറുന്നത്. ഇപ്പോൾ ഇത് എന്തുകൊണ്ടാണ് കൂടുതലായി വരുന്നത്? നമ്മൾ ശരീരത്തിൽ ഈ പണ്ട്, അതായത് നമ്മൾ ഒരു നല്ലൊരു എല്ലാവരും ജോലി ചെയ്യണ പ്രായം, ഇപ്പോൾ കൂടുതലും നൈറ്റ് ഡ്യൂട്ടി ഒക്കെ എടുക്കുന്ന ആൾക്കാരെന്ന് വിചാരിച്ചാൽ അവർക്ക് ഒരു 30 വയസ്സ് കഴിഞ്ഞാൽ എന്തായാലും ഷുഗർ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമുക്കൊരു 8 മണിക്കൂർ ഉറക്കം മസ്റ്റാണ്. ഈ 8 മണിക്കൂർ ഉറക്കം മസ്റ്റായാൽ നമ്മൾ ഉറങ്ങാതിരിക്കുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ, ആദ്യമൊക്കെ നമ്മുടെ ഒരു ശരീരത്തിൽ ഒരു ടീനേജ് ഏജ് അല്ലെങ്കിൽ നമ്മളൊരു പ്രൊഡക്റ്റീവ് ഏജ് സമയത്തൊക്കെ നമ്മുടെ ബോഡി എന്തായാലും നമ്മൾ ഉറങ്ങിയില്ലെങ്കിലും ആ ക്ഷീണത്തെ എങ്ങനെയെങ്കിലും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകും. കുറേ നാൾ കഴിയുമ്പോഴേക്കും നമ്മുടെ തലച്ചോറ് തളരും. അപ്പോൾ അവസാനം ആ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസിലേക്ക് നമ്മുടെ ശരീരം എത്തും, ഡയബറ്റിക് മെലിറ്റസിലേക്ക് നമ്മൾ പോവുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് ഇപ്പോൾ കൂടുതലും ഈ ടീനേജ് ഏജിലുള്ള കുട്ടികളൊക്കെ രാത്രി ഉറക്കമില്ലായ്മ വരുന്നുണ്ട്. അപ്പോൾ ഒരു 30 വയസ്സ് കഴിഞ്ഞാൽ ഇവർക്കൊക്കെ എന്തായാലും ഷുഗർ ഉണ്ടാകും. ഇപ്പോൾ തന്നെ നമ്മൾ ആ ഒരു ടൈം, അതായത് 25 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഉറക്കത്തിൻ്റെ ചക്രമൊക്കെ ശരിയാക്കി കൊണ്ടുപോവുക. കറക്റ്റ് 8 മണിക്കൂർ ഉറങ്ങുക, നന്നായി വെള്ളം കുടിക്കുക, നല്ല രീതിയിൽ, അതായത് ഒരു സമൃദ്ധ ആഹാരം, ഒരു എല്ലാം കലർന്ന ഫുഡ് അത് കഴിക്കുക, നന്നായി എക്സസൈസ് ചെയ്യുക, യോഗ ചെയ്യുക. ഇതോടെ തന്നെ നമുക്ക് ഈ ബ്ലഡ് ഷുഗർ എന്നുള്ളൊരു അവസ്ഥ അല്ലെങ്കിൽ ഡയബറ്റിക് എന്നുള്ള അവസ്ഥയെ നമുക്ക് മുഴുവനായി നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും.